super smooth. Hey guys, cooking nomad here. പതുക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. സമയം ഏകദേശം ഒരു 1:30 കഴിഞ്ഞു, 2 മണിയുടെ അടുത്തായി. ഷോർട്ട് റൈഡല്ല, ഇത്തവണ കുറച്ച് ലോങ് റൈഡ് തന്നെയാണ്. ഇവിടുന്ന് ഒരു 250 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുള്ള ഏർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് തോന്നുന്നത് മലയാളീസ് ഒരാളോ മറ്റോ, ഞാനും മറ്റൊരാളും കൂടെ മാത്രമേ ഉള്ളൂ. സോ പ്രോബ്ലി നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ മംഗ്ലീഷിലും മന്തിയൊക്കെ ആയിരിക്കും. നെറ്റിനി ഗോപ്രോ മോഡിൽ കാണാം, വണ്ടി കയറിയിട്ട് കാണാം. ബൈ. ടയറിൻ്റെ ഫ്രണ്ടിൽ അപ്പം ആരോ ഫണ്ട് പറഞ്ഞ മാതിരി നമ്മളെ ഇന്ത്യൻ ഇൻഷുറൻസ്. ഇനി നേരെ ഫ്യൂൽ ചെയ്യുക മീറ്റർ പോയിന്റിലേക്ക്. ബൈ 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 ബൈ. ഓൾമോസ്റ്റ് റീച്ച് ദ മീറ്റിംഗ് പോയിന്റ്. ലെറ്റ്സ് സീ ഹൗ മെനി പീപ്പിൾ ആർ ദേർ ഓൾറെഡി. ഓക്കെ, 2 guys. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വരാനുള്ള ഒരു 3/4 ഭാഗം പേരും വന്നു. ഇനി 2 പേരും കൂടെ വരാനുള്ളൂ. അവർ നമ്മളെ ഓൺ ദ വേ ജോയിൻ ചെയ്യും. എല്ലാവരും വന്നു. നമ്മൾ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റോഡ് ഡീവിയേഷൻ എടുത്തു. ഇനി അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ഹൈവേ ആണ്. ലെറ്റ്സ് ഗോ. നമ്മൾ സിറ്റി കഴിഞ്ഞിട്ടുള്ളൂ. ഇത് കണ്ടോ, നമ്മളെ എന്താ പറയുക, വിൻഡ് ടർബൈൻ്റെ അതിൻ്റെ ലീഫാണ് ഈ സാധനം. ഓ ഹ്യൂജ്, എന്നാ വണ്ടിയാന്ന് നോക്കിക്കേ, സോ ബിഗ്. നമ്മളിപ്പം സിറ്റി കഴിഞ്ഞു ഗൈസ്. ഇവിടെ ഇപ്പം അത്തിബല എന്ന് പറഞ്ഞ സ്ഥലത്തെ പിറകിൽ ടോൾ ബൂത്ത് കാണാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ തമിഴ്നാടെത്തി. ഇപ്പം ഒരു 30-35 കിലോമീറ്റേഴ്സിനടുത്ത് വന്നു പോകും നമ്മൾ. കണ്ടല്ലേ, ഹിമാലയൻ, R15, നിഞ്ച, R15, CBR, പിന്നെ ഒരു മീറ്റിയോർ, പിന്നെ ഒരു MT. നമ്മൾ ടോട്ടൽ 1 2 3 4 5 6 7 7 വണ്ടികളുണ്ട്. അത് നേരെ നിൽക്കുന്നില്ല, ചായ കുടിക്കാൻ വേഗം പോവുക, അതാണ് പരിപാടി. ബ്രേക്ക് എല്ലാം കഴിഞ്ഞു. ഒരു 10 minutes ക്വിക്ക് ബ്രേക്ക്. എല്ലാ വണ്ടികളും എല്ലാവരും റെഡിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം കൃഷ്ണഗിരി എത്തി. നല്ല വെളിച്ചമായിട്ടുണ്ട്. സമയം 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല വെളിച്ചമുണ്ട്, കാണുന്നില്ലേ. അപ്പം ഇനി റൈഡ് കുറച്ചുകൂടി ഫാസ്റ്റർ ആൻഡ് സ്മൂത്തർ ആൻഡ് ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഗോസ് നിഞ്ച. സീനറി ഉള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൃഷ്ണഗിരി ഹൈവേ നോക്കിക്കാൻ ചുറ്റും ചെറിയ കുന്നുകളും നല്ലൊരു തണുത്ത കാറ്റും. അധികം തണുപ്പുമില്ല ചൂടുമില്ലാത്ത നല്ലൊരു തണുപ്പ് കാറ്റൊക്കെ ആയിട്ട് റൈഡ് പൊളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏകദേശം അല്ല, ഇനി ഒരു 1.5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ സേലം എത്താറായി. ഒരു 85 കിലോമീറ്റേഴ്സ് അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. ഇനി സേലത്ത് എത്താറായിട്ട്. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ല റോഡുകളാണ്. റോഡ് ഒരുപാട് ലൈൻ ഉണ്ട് ഒന്നുമല്ല, പക്ഷേ നല്ല റോഡ്, നല്ല കണ്ടീഷൻ റോഡ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡ്. പോട്ട് ഹോൾസ് ഇല്ല, പിന്നെ ഹമ്പുകളില്ല, പിന്നെ ആൾക്കാരങ്ങനെ ക്രോസ് ചാടുന്ന അങ്ങനത്തെ ഒന്നുമില്ല. കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള റോഡ് തന്നെ. ഈസി ആയിട്ട് നമുക്കൊരു 100+ ക്രൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ വി ആർ നോട്ട് ഗോയിങ് ദാറ്റ് ഫാസ്റ്റ്. നമ്മളൊരു ആവറേജ് ഒരു 90 ആ റേഞ്ചിൽ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാവരും. ആ സാധനം അത് രാവിലെ നമ്മളെ മറ്റേ എന്താ പറയുക, വിൻഡ് ടർബൈനോ, അതിൻ്റെ ചിറകാണ്. 3 ഫാനില്ല, അതിൽ ഒരു ഫാനാണ് കാണുന്നത്. നോക്കി അതിൻ്റെ ലെങ്ത്ത് നോക്കിക്കേ. എനിക്ക് തോന്നുന്നു ഒരു 10-30 മീറ്റർ എന്തായാലും ഉണ്ടാവും. എന്ത് ലെങ്ത്താന്ന് നോക്കിക്കേ. അഭിനാഷ് boys are chilling. Everybody is enjoying the ride like anything because നല്ല ക്ലൈമറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ല ക്ലൈമറ്റ്, ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട്. പിന്നെ റോട്ടിൽ ഇത്ര പൊലച്ചായതുകൊണ്ട് വണ്ടികളും അധികമില്ല. അതാ ടീ ബ്രേക്ക് 4-5 തവണ നമ്മൾ ടീ ബ്രേക്ക് എടുക്കുന്നത്. നമ്മളെ കൂട്ടത്തിലൊരു 2 സിലിണ്ടർ ബൈക്ക് ഉണ്ട്, നമ്മളെ നിഞ്ച കണ്ട.
ഈ കുറച്ച് നേരം ഞാൻ നിഞ്ച ഒഴിച്ച് നോക്കട്ടെ. നിഞ്ചിൻ്റെ ഓർഡർ അഖിൽ അവിടെ നിൽപ്പുണ്ട്. നിഞ്ച ഒഴിച്ച് നോക്കാം നമുക്ക്. ഫസ്റ്റ് ടൈം ഇൻ നിഞ്ച. I love this console, man. ഇത് അക്രപ്പവിച്ചാണോ എന്ന് അറിയത്തില്ല, കേട്ടിട്ട് അക്രപ്പവിച്ച് പോലെയൊക്കെ ഉണ്ട്. ഓ സോ സ്മൂത്ത് സ്മൂത്ത്. ഓഹോ, ഓൾമോസ്റ്റ് ഒരു 8000 RPM അടുത്ത് എത്തുമ്പോൾ പോലും വണ്ടി ഭയങ്കര സ്മൂത്ത്. ഒന്ന് 100ൻ്റെ അടുത്ത് എത്തിച്ച് നോക്കാം നമുക്ക്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ റൈഡിങ് പോസ്റ്റർ. ഭയങ്കര കംഫർട്ട്. എനിക്ക് വന്ന് സിവിയറിനെ കഴിഞ്ഞ കംഫർട്ട് ആണ് എന്നാണ് തോന്നുന്നല്ല, സിവിയറിനെ കഴിഞ്ഞ് കംഫർട്ടാണ്. പിന്നെ ഇതിൻ്റെ എൻജിൻ, ഓ മാൻ, ഇറ്റ്സ് സൂപ്പർ സ്മൂത്ത്. ഓൾമോസ്റ്റ് 7,000-8,000 RPM എടുത്തെത്തി. ഐ കാൺട്ട് ഫീൽ എനി ബസ്, നത്തിങ്. ഇറ്റ്സ് ലൈക്ക് പ്യുവർ ബ്ലിസ്. എൻജിൻ ഈസ് ബട്ടർ സ്മൂത്ത്. Oh, I really love this engine, man. ഏതോ ഫോറസ്റ്റ് സെക്ഷൻ എത്തി എന്നാണ് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. ഗോ ഓൺലി ഇൻ സെക്കൻഡ് ഗിയർ. ഏതോ ഫോറസ്റ്റ് സെക്ഷനാണ്, അത് ഉറപ്പാണ്. ഗോസ്ലോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ അത് കൊള്ളാം പരിപാടി. എല്ലാ കേവിൻ്റെ അടുത്തും ഗോസ്ലോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കൊള്ളാം. ഓക്കെ, ഏതോ ഒരു ഘാട്ട് സെക്ഷൻ തന്നെയാണിത്. ഓഹോ, അടിപൊളി വ്യൂ കേട്ടോ. ഷുവർ ഗോപ്രോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് സാധാരണ എന്തോ ഒരു മലയൊക്കെ നിൽക്കുന്നത് തോന്നുന്നു, പക്ഷേ ആ ഒരു ആംഗിളും പിന്നെ ആ ഒരു എലിവേഷനൊക്കെ ഉണ്ടല്ലോ. വന്നു. സമയം ഇപ്പോൾ ഏകദേശം 7:15 ആകുന്നു. നല്ല വെളിച്ചമുണ്ട്, ചൂടൊന്നുമില്ല. റൈഡ് അപ്ഡേറ്റ്. എൻ്റെ പൊന്നോ, എന്നാ വ്യൂ ആ നോക്കിക്കേ. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഇത് എങ്ങോട്ടൊക്കെ റോഡ് മനസ്സിലാകുന്നത്. റോഡിൻ്റെ എഡ്ജിലായിട്ട് നമ്മൾ മുമ്പിൽ ഒരു മല നിൽക്കുന്ന പോലെ ഉണ്ട്, ഒരു ബ്ലോക്കായിട്ട്, റോഡ് ബ്ലോക്ക് പോലെ ആണെന്നില്ലേ. ഷോ വർത്ത് ഇറ്റ്. നമ്മൾ 165 കിലോമീറ്റർ വന്നു. ഈ ഒരു വ്യൂ തന്നെ മതി ഇത്രയും ദൂരം വന്നതിന് വർത്താവാൻ. ഡെഫിനറ്റ്ലി ഫോട്ടോ എടുക്കണം എന്തായാലും. ഞാൻ പറയാൻ നിൽക്കുന്നു ഇവിടുന്ന് ഫോട്ടോ എടുക്കണമെന്ന്. അയ്യോ, കാണുന്നുണ്ട് നിങ്ങൾ മലേൻ്റെ മേലെ പകുതി ഇങ്ങനെ കോടയായിട്ട്. അതാണ് തോന്നുന്നത് നമുക്ക് കയറേണ്ടത്. നമ്മൾ സേലത്തുനിന്ന് നോർമലി ബാംഗ്ലൂർ ടു ഏർക്കാട് റൂട്ടിലല്ല നമ്മൾ പോണത്. ബാംഗ്ലൂർ ടു ഏർക്കാട് പോകണമെങ്കിൽ സേലം പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ സേലം വഴിയാണ് പോണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സേലം കഴിഞ്ഞിട്ട് ഏർക്കാടിൻ്റെ ഇടയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഇതുണ്ട്, ഒരു ഘാട്ട് സെക്ഷൻ ഉണ്ട്. അപ്പം അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുറ്റി പോകണം. ഓൾമോസ്റ്റ് ഒരു 40 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എക്സ്ട്രാ റൈഡ് ചെയ്തിട്ടാണ് പോണത്. ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പം ഹോപ്പ്ഫുള്ളി ആ വഴിക്കൊക്കെ ആയിരിക്കാം. അതാണെങ്കിൽ നല്ലത്. കാരണം ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. മലേൻ്റെ ഇടയ്ക്ക് നിറയെ മഞ്ഞൊക്കെ കയറിയിട്ട്. സേലത്ത് പോയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളെന്തായാലും അടുത്ത് തീരുമാനിക്കും. സേലത്ത് എവിടെയെങ്കിലും ചെറിയ എന്തെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്, ചിലപ്പോൾ നമ്മളവിടെ പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ആദ്യം സേലം എത്തി ഫുഡ് കഴിക്കും, അതിനെ നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ പ്രോപ്പർ സേലം ടൗണിൻ്റെ നടുവിലുള്ളത്.
ഇവിടുന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീവിയേഷൻ ഉണ്ട്. അപ്പം 2 ആൾക്കാരെ കാണുന്നില്ല. അപ്പം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവർ വന്ന ഉടനെ സേലം ടൗൺ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യണം. കാരണം വെച്ചാൽ ഓൾറെഡി നല്ല ചൂടായി തുടങ്ങിയോ. 9:30 ആയിട്ടുള്ളൂ, പക്ഷേ നല്ല ചൂടുണ്ട്. അപ്പം വേഗം നമുക്ക് കാർഡ് സെക്ഷനിലേക്ക് പിടിക്കണമെന്നാണ് പ്ലാൻ. ഓട്ടെ, അവർ വന്നിട്ട് ഉടനെ നമുക്ക് തെറിക്കാം. ഇതാണ് സേലം ടൗൺ. സേലം ടൗണിൽ എന്താ ഫേമസ് ആയിട്ടുള്ള സേലം മാങ്ങ. സേലം മാങ്ങ വാങ്ങുന്നില്ല നമ്മൾ സേലം മാങ്ങ വാങ്ങാതെ ഏർക്കാടേക്ക് പോവാണ്. നമ്മൾ ഏർക്കാട് ചുരം തുടങ്ങിയതാ ഫസ്റ്റ് ഹെയർപിൻ ബെൻഡ്. ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെയാണ് കുറേ നേരത്തേക്ക് കുറേ ദൂരത്തേക്ക് ഇങ്ങനത്തെ ഹെയർപിൻ ബെൻഡുകളാണെന്നാണ് മാപ്പ് കണ്ട്. അന്ന് മാപ്പ് കണ്ടിട്ടും നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായത് വെയിൽ വന്ന് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ നിറയെ കോട ഉണ്ടാവും എന്നാണ് കേട്ടത്. നോക്കാം നമുക്ക്. ചിലപ്പോൾ മേ ബി മേലേക്ക് പോയി കഴിയുമ്പോൾ കോടയൊക്കെ ഉണ്ടാവുമായിരിക്കും. കാരനല്ലേ കുറേ നേരമായിട്ട് വരുന്ന വഴിക്കൊക്കെ എല്ലാ കുരങ്ങന്മാർക്കും ഫുഡ് കണ്ടോ ബിസ്ക്കറ്റ് പാക്കറ്റിലാക്കിയിട്ട് പോകുന്ന വഴിക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. ഷോ നമ്മൾ പിന്നാലെ ഒരു പനിക്കാലുണ്ട്. അതുകൊണ്ട് പനിക്കാല്. ഓ നമ്മൾ ഹെയർ പിൻ പകുതി ആയപ്പോഴേക്കും ക്ലൈമറ്റ് കംപ്ലീറ്റ്ലി മാറി. താഴെ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ മേലേക്ക് നല്ല തണുപ്പ്, AC ഒക്കെ ഇട്ട പോലത്തെ ഒരു തണുപ്പ്, നല്ല സുഖമുണ്ട്. ഹുയ് ഹുയ്. ഓക്കെ, ഇവിടുത്തെ എന്തോ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പോയിന്റ് ആണ് സംഭവം. ഇവിടെ നിറയെ വണ്ടികളൊക്കെ കാണുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇറ്റ്സ് എ ഹോട്ടലാണോ? ഓക്കെ, നമ്മളങ്ങനെ ചുരമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഏർക്കാട് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആവണം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്ലാൻ. ഒരു ഊട്ടീൻ്റെ ചായ കാച്ചിയ പോലെ എവിടേക്കോ ആ മരങ്ങളുടെ ടെക്സ്ചറും ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു രീതിയൊക്കെ ഒരു ഊട്ടി പോലെ തോന്നുന്നു. ഈവൻ ദ ക്ലൈമറ്റ് ഓൾസോ. നമ്മൾ ഏർക്കാട് ഇവിടെ ലേക്കെല്ലാം കാണുന്നുണ്ട്. ഏർക്കാട് ഇപ്പം ടൗണിലെത്തി. ഇനി നമുക്ക് റൂമിലേക്കാണ് പോണത്. റൂം ഇവിടുന്ന് അടുത്ത് തന്നെയാണെന്നാണ് കേട്ടത്. 500 meters സംതിങ് ലൈക്ക് ദാറ്റ്. അവിടെ പോയിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഞങ്ങൾ പിന്നെ മലയുടെ മേലെ കയറി പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ക്ലൈമറ്റ് നല്ല இருக்குது. ठंडा रहा है. അങ്ങനെ നമ്മുടെ റിസോർട്ട് വില്ല ഇங்கே பார்க் பண்ணலாம்ல? இங்கே தானே பார்க்கிங்கு?